വീണ്ടും വാർത്തകളിലേക്ക്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഇന്ത്യൻ യൂത്ത് വോളിബോൾ ടീമിനായുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ നിയാസ് അബ്ദുൽ സലാം, നിർമ്മൽ ജോർജ്, സച്ചിൻ തോമസ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ശനിയാഴ്ച യാത്ര തിരിക്കുന്ന ഇവർക്ക് ഉപഹാരമായി ഓലപ്പന്തുകൾ നൽകിയും വിജയതിലകം അണിയിച്ചുമാണ് സ്കൂൾ വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ഇവർക്ക് യാത്രയയപ്പ് നൽകിയത്. കർഷക ശ്രേഷ്ഠ അവാർഡ് നേടിയ ശിവജി എന്ന വിദ്യാർത്ഥിക്ക് വിത്തും കൈക്കോട്ടും നൽകുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, കഴിമ്പ്രം നോർത്ത് ശാഖ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് TP പ്രേംകുമാർ, വൈസ് പ്രസിഡന്റ് അജിത്ത് വാഴപ്പള്ളി, കായികാധ്യാപകൻ പ്രശാന്ത് മേനോത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യമായി 3 കുട്ടികൾ ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ അർഹരായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇവിടെ പോകുന്ന നമ്മുടെ ഈ സന്തോഷം അവിടെ ചെന്ന് അവരെ ഈ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ആ ടീമിൽ കയറി പറ്റുന്നതിനുള്ള അവസരം സർവീസിന് അനുഗ്രഹിച്ച് അവർക്ക് കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ദയ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഞായറാഴ്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷമായിട്ട് സാമൂഹ്യ സേവന രംഗത്ത് വളരെയധികം സേവന പ്രവർത്തനങ്ങൾ തൃപ്പയാർ ലയൺസ് ക്ലബ് കഴിഞ്ഞ 20 വർഷമായിട്ട് എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഒരു മുടക്കവും കൂടാതെ സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി വരികയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഏകദേശം 10,000-ത്തിലധികം ശസ്ത്രക്രിയകൾ നടത്തി കഴിഞ്ഞു. ഇതുവഴി നാട്ടിക പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുള്ള മിക്ക പഞ്ചായത്തുകളും തിമിരമുക്ത മേഖലകളായി പഞ്ചായത്തുകളായിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. തൃപ്പയാർ ലയൺസ് ക്ലബും തൃശ്ശൂരിലെ പ്രശസ്ത ദയ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഈ മാസം 15-ാം തീയതി ഞായറാഴ്ച ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ 9:15 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് സമയം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്യുകയായി. രാവിലെ 9:15 മുതൽ ലയൺസ് ക്ലബ് ഹാളിൽ നടത്തുന്ന ക്യാമ്പ് ലയൺസ് ജില്ലാ ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കും. വിദഗ്ധ ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും പങ്കെടുക്കുന്ന ക്യാമ്പിൽ കിഡ്നി, തൈറോയിഡ് എന്നിവയടക്കമുള്ള പരിശോധനകളും പൈൽസ്, ഹെർണിയ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള രോഗനിർണയവും നടത്തും. തൈറോയിഡ് രോഗികൾക്ക് 1 മാസത്തെ മരുന്നുകൾ സൗജന്യമായി നൽകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KK ജയശങ്കർ, സെക്രട്ടറി രഘു പുളിക്കൽ, ഡയറക്ടർമാരായ AA ആന്റണി, K രഘുനന്ദ മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പഠന ക്യാമ്പ് സംഘടിപ്പിക്കും. തൃപ്പയാർ ക്ഷേത്രത്തിന് സമീപം VS കേരളീയൻ നഗറിൽ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കും. രാത്രി 8 മണിക്ക് പത്രപ്രവർത്തനവും നിയമവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് വിജയൻ പ്രഭാഷണം നടത്തും. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത്, സംഘാടക സമിതി ജനറൽ കൺവീനർ ജോസ് താടിക്കാരൻ, പ്രൊഫസർ KU അരുണൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരും സംസാരിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പ്രാദേശിക പത്രപ്രവർത്തനം എന്ന വിഷയത്തെക്കുറിച്ച് മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ MP സുരേന്ദ്രൻ സംസാരിക്കും. 11-ന് പത്രപ്രവർത്തകർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം മുഖ്യ അതിഥിയായിരിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് ബൈക്കിലെത്തിയ സംഘം യുവതിയുടെ 5 പവന്റെ മാല കവർന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷികാഘോഷം നടത്തി. പുളിമുട്ടം ത്രിവേണിയിൽ തെരുവുനായ് ശല്യം രൂക്ഷം. 3 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.